PP ദിവ്യക്കെതിരായ അഴിമതി ആരോപണത്തിൽ വീണ്ടും വിജിലൻസ് അന്വേഷണത്തിന് നീക്കം. ദിവ്യയ്ക്ക് ക്ലീൻ ചിറ്റ് നൽകിയ അന്വേഷണ റിപ്പോർട്ട് ആഭ്യന്തര വകുപ്പ് പുനഃപരിശോധിക്കും. ആഭ്യന്തര വകുപ്പ് വിജിലൻസ് മേധാവിയിൽ നിന്ന് വിവരങ്ങൾ തേടി. സഫ്വാൻ VP വിശദാംശങ്ങളുമായി. സഫ്വാൻ, വിജിലൻസിനെ കൊണ്ട് ക്ലോസ് ചെയ്യിപ്പിച്ച ക്ലീൻ ചിറ്റ് നൽകപ്പെട്ട ഒരു കേസ് വീണ്ടും ആഭ്യന്തര വകുപ്പ്, പുതിയ സർക്കാരിന്റെ ആഭ്യന്തര വകുപ്പ് റീഓപ്പൺ ചെയ്യുമ്പോൾ വിവരങ്ങൾ എടുത്തതിന് ശേഷം ഈ കേസിൽ ഏത് തരത്തിലുള്ള പുതിയൊരു അന്വേഷണത്തിലേക്കാണ് സർക്കാർ പോകുന്നത്? സൂചിപ്പിച്ച പോലെ ഒരു അല്പം രാഷ്ട്രീയം നിറഞ്ഞ കേസ് തന്നെയാണ് ഇത്. അതുമായി ബന്ധപ്പെട്ട് ഈ കേസ് റീഓപ്പൺ ചെയ്യാനാണ് ആഭ്യന്തര വകുപ്പ് തയ്യാറായിട്ടുള്ളത്. നേരത്തെ രണ്ട് ഘട്ടത്തിലായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്തുന്നത്. ഒന്ന് നേരത്തെ സൂചിപ്പിച്ച പോലെ വിജിലൻസ് അന്വേഷണമാണ്. വിജിലൻസ് അന്വേഷണത്തിലാണ് കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന PP ദിവ്യക്ക് ക്ലീൻ ചീറ്റ് നൽകിയത്. മറ്റേത് ഈ ജില്ലാ പഞ്ചായത്ത് കൊണ്ട് തന്നെ തദ്ദേശ വകുപ്പും ഇതുമായി ബന്ധപ്പെട്ട് ഈ അഴിമതി ആരോപണവുമായി ബന്ധപ്പെട്ട് ബിനാമി ഇടപാടുമായി ബന്ധപ്പെട്ടുള്ള ആക്ഷേപങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഒരു അന്വേഷണം നടത്തിയിരുന്നു. ഈ രണ്ട് അന്വേഷണ റിപ്പോർട്ടും പരിശോധിച്ച ശേഷമാണ് ഈ കേസ് വീണ്ടും റീഓപ്പൺ ചെയ്യാനുള്ള നടപടിയിലേക്ക് ആഭ്യന്തര വകുപ്പ് കടന്നിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ടുള്ള നിയമ ഉപദേശം ആഭ്യന്തര വകുപ്പ് തേടിയിട്ടുണ്ട്. വിജിലൻസ് ആഭ്യന്തര വകുപ്പിനോട് റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. ഈ കേസിൽ നേരത്തെ LDF സർക്കാർ ക്ലീൻ ചീറ്റ് നൽകുകയും ഹൈക്കോടതിയിൽ അതിൽ PP ദിവ്യയെ കുറ്റവിമുക്തയാക്കുകയും ചെയ്തിരുന്നു. ഇത്തരത്തിൽ വിജിലൻസ് ക്ലീൻ ചീറ്റ് നൽകിയ ഒരു കേസിൽ വീണ്ടും റീഓപ്പൺ ചെയ്യാനുള്ള തുടർ നടപടിയെക്കുറിച്ചുള്ള അന്വേഷണമാണ് ഏതായാലും ആഭ്യന്തര വകുപ്പ് നടത്തുന്നത്. നവീൻ ബാബുവിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് ഓൾറെഡി PP ദിവ്യക്ക് ഒരു കുരുക്കുണ്ട്. ഈ കേസുമായി ബന്ധപ്പെട്ട് CBI അന്വേഷണത്തിന് സംസ്ഥാന സർക്കാർ ശുപാർശ ചെയ്തിരുന്നു. അതിനപ്പുറത്തേക്കാണ് നേരത്തെ ഈ ബിനാമി ഇടപാടുമായി ബന്ധപ്പെട്ട് PP ദിവ്യ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരിക്കുന്ന സമയത്ത് കോട്ടൺ ഇന്ത്യ അലയൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന ബിനാമി കമ്പനിക്ക് അനധികൃതമായി അനുമതി നൽകുകയും അഴിമതി ഉണ്ടാക്കുകയും ചെയ്തു എന്നുള്ളൊരു കേസിലേക്ക് തുടർ അന്വേഷണത്തിലേക്ക് ആഭ്യന്തര വകുപ്പ് കടക്കുന്നത്. നേരത്തെ KSU നേതാവായ മുഹമ്മദ് ഷമ്മാസിന്റെ പരാതിയുടെ അടിസ്ഥാനത്തിലായിരുന്നു ഈ കേസിന്റെ തുടർ നടപടിയൊക്കെ ഉണ്ടാവുകയും ചെയ്തത്. ക്ലീൻ ചീറ്റ് നൽകിയ പശ്ചാത്തലത്തിലും ഈ കേസിന്റെ തുടർ നടപടിക്കായി ഷമ്മാസ് നിയമ പോരാട്ടം നടത്തിയിരുന്നു. ആ കേസാണ് ഇപ്പോൾ പുതിയ സർക്കാരിന് കീഴിലുള്ള ആഭ്യന്തര വകുപ്പ് തുടർ നടപടിയിലേക്ക് കടക്കുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. സൈഫു.